അനവസ്ഥിതമായ ഒരു ജാഡ്യം ഒരു ഭാഗത്ത് ലോകത്തെ ബാധിക്കുകയും മറുഭാഗത്ത് സ്ഥാനിക ഊർജവും ഗതീയ ഊർജവും എന്ന് പറയാവുന്ന രജസ് ജാജ്വല്യമാനമാവുകയും സത്വം മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതത്തിലേക്ക് സാമൂഹിക തലങ്ങൾ മാറി മറിയുന്നു. സംസ്കൃതി ഇങ്ങനെ അനേക തവണ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മോളിക്കേറ്റിയതുപോലെ കുറേ ശാസ്ത്രകാരന്മാർ ചേർന്ന് സാങ്കേതിക വിദ്യകളെ പ്രചണ്ഡമായ ഉച്ചിയിലെത്തിക്കുമ്പോൾ മോളിൽ എത്തിക്കുന്നതിനെടുത്ത പ്രയത്നം ഒന്നുമില്ലാതെ മോളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുപോകുന്നത് ഒരു ഭ്രാന്ത പ്രമാണത്തിൽ കണ്ടിച്ചിരിക്കാം. മദ്യം മുതലായവ വളരെ കൂടുതലായി കഴിച്ച് ശരീരത്തിന് ബാഹ്യമായ തകരാറുകളൊന്നുമില്ലാതെ വരുമ്പോൾ ആ ഓർമ്മത്തെറ്റുകൾ എന്ന പോലെ അപസ്മാര മുതലായ രോഗങ്ങളായി പരിണമിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രാചീനർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ആഹാരം പഴയ കാലം പോലല്ല. അവൻ്റെ വീട്ടിൽ അവൻ വെച്ച് കഴിക്കുന്നത് ഇഷ്ടപ്പെടാതെ വരികയും വികൃതമായി ഉണ്ടാക്കിയത് അവൻ അഡിക്റ്റായി തീരുകയും വയസ്സായ വല്യമ്മയ്ക്കൊരു പൊതി വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ പോലും വല്യമ്മ അത് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് അടുത്ത ദിവസം പറയുകയും ചെയ്യുന്ന വിധത്തിൽ അത് വാങ്ങിക്കാൻ ഓടുകയും ഏതെങ്കിലും ഒരു മാസിക വരുത്തി വായിച്ചാൽ ഏതെങ്കിലും ഒരു പത്രം വരുത്തി വായിച്ചാൽ ആ രാവിലെ ആ പത്രം ഒന്ന് കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന വിധത്തിൽ അത് അഡ്രിനാലിനെ ഷൂട്ടപ്പ് ചെയ്ത് വികൃതമാക്കുന്ന വിധത്തിൽ അതിനോടുള്ള താല്പര്യം കൂടുകയും ഏതെങ്കിലും സിദ്ധനെയോ മതാചാര്യനെയോ കണ്ടാൽ എല്ലാം മറന്നു പോകുമാറ് പിന്നെ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന വിധത്തിൽ മാറുകയും ചെയ്യുന്ന ഒരു ലോകത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നുണ്ട് തന്നെയാണ്. തീർച്ചയായും മനസ്സിലായി. ഷൂട്ടപ്പ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം ഇത് ഷൂട്ടപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ വിനാശകരമായ ഒരു ജനിതക ഭാവങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഇതാണ് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനെയും മറ്റുള്ളതിനെയും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ ഭ്രമിപ്പിക്കുമ്പോൾ ബുദ്ധിജീവികളും സാഹിത്യ നായകന്മാരും ആക്ടിവിസ്റ്റുകളും തിരിച്ചറിയേണ്ടത്. ഒരു ഭാഗത്ത് ആക്ടിവിസ്റ്റുകൾ അയൽവക്കത്തെ കുടുംബങ്ങൾ സംരക്ഷിക്കുവാൻ ഓടുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൃത്രിമമായാലും ചിലത് കൃത്രിമമായിരിക്കും. നിരപരാധിയെ പിടിച്ചുകൊണ്ട് അകത്തിരുന്നതായിരിക്കും. മനസ്സിലായില്ല? വിധിവൈപരീത്യം പോലെ ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇതെല്ലാം ഇടയാക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. ശരിയല്ല? അനവസ്ഥിതമായ ഒരു ജാഡ്യം ഒരു ഭാഗത്ത് ലോകത്തെ ബാധിക്കുകയും മറുഭാഗത്ത് സ്ഥാനിക ഊർജവും ഗതീയ ഊർജവും എന്ന് പറയാവുന്ന രജസ് ജാജ്വല്യമാനമാവുകയും സത്വം മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതത്തിലേക്ക് സാമൂഹിക തലങ്ങൾ മാറി മറിയുന്നു. ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും സാംസ്കാരിക പശ്ചാത്തലവും ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലവും നരവംശാസ്ത്രപരമായ പശ്ചാത്തലവും ശാരീരികവും മാനസികവുമായ പഠനങ്ങളും ചേർത്ത് വെച്ച് നോക്കിയാൽ സംസ്കൃതി ഇങ്ങനെ അനേക തവണ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മോളിക്കേറ്റിയതുപോലെ കുറേ ശാസ്ത്രകാരന്മാർ ചേർന്ന് സാങ്കേതിക വിദ്യകളെ പ്രചണ്ഡമായ ഉച്ചിയിലെത്തിക്കുമ്പോൾ മോളിൽ എത്തിക്കുന്നതിനെടുത്ത പ്രയത്നം ഒന്നുമില്ലാതെ മോളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുപോകുന്നത് ഒരു ഭ്രാന്ത പ്രമാണത്തിൽ കണ്ടിച്ചിരിക്കാം. ഒരുപക്ഷെ ആ മിത്തിന് ഇങ്ങനെയും ഒരു അർത്ഥം ഉണ്ടായിരിക്കും. തീർച്ചയായും ഒരു പുനർവായനയാണ് ആ മിത്തിന്റെ. എത്ര ശാസ്ത്രകാരന്മാർ, എത്ര മതനേതാക്കൾ, എത്ര സാമൂഹ്യ പ്രവർത്തകർ, എത്ര സാംസ്കാരിക നായകന്മാർ, എത്ര ഭരണാധികാരികൾ എത്ര പ്രചണ്ഡമായി ഭ്രാന്തനെ പോലെ ഈ കാണായ കല്ലെല്ലാം ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ട് ചെന്നിട്ട് ഈ പ്രയത്നമൊന്നുമില്ലാതെ തന്നെത്താനുരുണ്ട് താഴെ വീഴുന്ന എത്ര സംഭവങ്ങൾ, അനുഭവങ്ങൾ. ശരിയല്ലേ? ശരിയാണ് സ്വാമി. ഇതുകൊണ്ട് ജനതയ്ക്ക് പ്രയത്നിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ഷൂട്ടപ്പിന്റെ ഒരു ഏരിയ. അപ്പം അതുകൊണ്ട് അഡ്രിനാലിൻ ഷൂട്ടപ്പ് ചെയ്താണ് പലപ്പോഴും നാം ഇത്തരം വികൃത ഭാവങ്ങളിലെത്തുന്നത്. ഇപ്പം ശാരീരികമായി പരിണാമം അച്ഛനിലോ അമ്മയിലോ വന്നുവെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വെള്ളം അടിക്കാതെ ഈ പരിണാമം വരുമോ? വരണല്ലോ. മദ്യം മുതലായവ വളരെ കൂടുതലായി കഴിച്ച്
ശരീരത്തിന് ബാഹ്യമായ തകരാറുകളൊന്നുമില്ലാതെ വരുമ്പോൾ ആ ഓർമ്മത്തെറ്റുകൾ എന്ന പോലെ അപസ്മാരം മുതലായ രോഗങ്ങളായി പരിണമിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രാചീനർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ആഹാരം വരെ, ഏതെങ്കിലും ആഹാരമോ ഏതെങ്കിലും മരുന്നോ ഏതെങ്കിലും വസ്തുവോ നമുക്കത് കൈവിടാൻ പറ്റില്ല എന്ന് വരികയും അതിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടി പോവുകയും ചെയ്യണമെങ്കിൽ അത് നമ്മളിൽ മാത്രമല്ല നമ്മുടെ ജനിതകങ്ങളിൽ പോലും പ്രശ്നമുണ്ടാക്കുമെന്നറിഞ്ഞ് അവയിൽ നിന്ന് മാറി നിൽക്കുവാൻ പഠിക്കണമെന്ന് കുടുംബങ്ങളും വ്യക്തികളും അറിയാതായിരിക്കുന്നു.